ഹായ് ഫ്രണ്ട്സ്, A2Z ഫാരീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഉള്ളിയൊന്നും വഴറ്റിട്ട് സമയം കളയാതെ തന്നെ നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളിൽ നമ്മൾ കറിക്ക് വേറെ യൂസ് ചെയ്യൂല. ഈ കറിക്ക് എടുക്കുന്ന പൊടിയെല്ലാം നമ്മൾ ഈ ചിക്കനിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നോർമൽ മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയെല്ലാം നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൊടികളെല്ലാം എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേ ടൈം അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു പാൻ വെക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ചിക്കൻ കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഇതൊന്നും വഴറ്റി കൊടുക്കാം. ഒരുപാട് ടൈമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ആക്കിയാൽ മതി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ പൊടിൻ്റെ എല്ലാ കുത്തലെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾ കറിക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എത്രയും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചില ആൾ മല്ലിപ്പൊടിയൊക്കെ നല്ലോണം യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കൊടുക്കണോ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 3 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ്റെ മേലെ ആയിട്ട് ഈ 3 സവാള ചെറുതായി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. 2 തക്കാളി ഇതും കൂടി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് അടച്ചു വെക്കാം. ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതിൻ്റെ മേലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഉള്ളിയിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഉള്ളിനും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് അടച്ചു വെക്കാം. വീണ്ടും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ലോണം വെള്ളമൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര സമയമായിട്ട് ഈ ഉള്ളി തക്കാളി ഒന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കിതൊന്ന് എല്ലാം കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടി ഇതൊന്ന് വേവിക്കും. ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെക്കാം. ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കനെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാല പൊടിയും കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളകും കൂടിയിട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതിലിട്ട് കൊടുക്കാം. മുളക് പൊടിയും പച്ചമുളകൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. എല്ലാം കൂടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. കാരണം ഈ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്.
ഒരു 2 മിനിറ്റ് നിന്ന് മൂടി വെക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ അടച്ചു വെക്കരുത്. ഈ സമയത്ത് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ തന്നെ ഈസി ടേസ്റ്റിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു കറിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.